ഫ്രാൻസിനിയുടെ മാനസാന്തരം. ഒരു പുണ്യവതിയാകാൻ ആഗ്രഹിച്ച കൊച്ചുത്രേസ്യ പാപികളുടെ ആത്മരക്ഷയ്ക്കായി അധ്വാനിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നതിനും തീക്ഷ്ണമായി ആഗ്രഹിച്ചു. കൊച്ചുത്രേസ്യയ്ക്ക് 14 വയസ്സായപ്പോൾ ഉണ്ടായ സംഭവം അവളെ പുതിയ ആത്മീയ ചിന്തയിലേക്ക് നയിച്ചു. ഒരു പുണ്യവതിയാകണമെങ്കിൽ വളരെയധികം സഹിക്കണമെന്നും ഏറ്റവും ഉത്തമമായത് തിരഞ്ഞെടുക്കണമെന്നും തന്നെത്താൻ വിസ്മരിക്കണമെന്നും പുണ്യപ്രവൃത്തികൾ ചെയ്യണമെന്നും കൊച്ചുത്രേസ്യ ആഗ്രഹിച്ചു. പുണ്യവതി തൻ്റെ ആത്മകഥയിൽ പറയുന്നു, പുണ്യശീലനം അവൾ ഞങ്ങൾക്ക് ഹിതകരവും നൈസർഗികവുമായി തീർന്നു. ആരംഭകാലത്ത് സമരത്തിൻ്റെ പ്രയാസം എൻ്റെ മുഖഭാവത്തിൽ പ്രത്യക്ഷമായിരുന്നെങ്കിലും ആ പ്രതീതി ക്രമേണ നീങ്ങുന്നതിനെയും ത്യാഗം ആദ്യ നിമിഷത്തിൽ തന്നെ എനിക്ക് സുഖകരമാക്കുകയും ചെയ്തു. ഉള്ളവന് പിന്നെയും കൊടുക്കും, അവൻ സമൃദ്ധിയിൽ വിരാജിക്കുകയും ചെയ്യും. മത്തായി 13:12 എന്ന് ഈശോ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആ നാളുകളിൽ ഹെൻറി ഫ്രാൻസിനി എന്ന കുപ്രസിദ്ധമായിരുന്ന ഒരു കൊലപാതകി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അന്നത്തെ പത്രമാസികളിലെല്ലാം ഈ കൊലപാതകത്തെക്കുറിച്ച് വാർത്തകൾ സജീവമായിരുന്നു. 2 സ്ത്രീകളെയും ഒരു കുട്ടിയെയും നിഷ്കരണം കൊലപ്പെടുത്തിയ കഠിനഹൃദയൻ അവസാന ദിനം വരെ മാനസാന്തരത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ല. വൈദികരെ കാണാൻ തന്നെ സമ്മതിച്ചില്ല. ഈ സംഗതികൾ മനസ്സിലാക്കി കൊച്ചുത്രേസ്യ ഫ്രാൻസിനിയുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. തൻ്റെ അപേക്ഷ വൃഥാവിലായി പോകുകയില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. താൻ പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ പാപി ആയതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ തനിക്ക് കൂടുതൽ ശുഷ്കാന്തി ഉണ്ടാകുന്നതിനു വേണ്ടി ഏതെങ്കിലും ഒരു അടയാളം നൽകണമെന്ന് കൊച്ചുത്രേസ്യ അവളുടെ ശുദ്ധഗതിയിൽ ദൈവരക്ഷകനോട് പ്രാർത്ഥിച്ചു. കാരുണ്യവാനായ ദൈവം അവളുടെ ഈ അപേക്ഷ ശ്രവിച്ച് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായി ഫ്രാൻസിനി കൂദാശകളൊന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല. എങ്കിലും കൊലക്കളത്തിൽ കയറിയപ്പോൾ അയാൾ തൻ്റെ സമീപത്ത് നിന്ന വൈദികൻ്റെ നേരെ തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ക്രൂശിത രൂപം വാങ്ങി ദിവ്യരക്ഷകൻ്റെ തിരുമുറിവുകളിൽ 3 പ്രാവശ്യം ചുംബിച്ചു. ഈ വാർത്ത പിറ്റേ ദിവസങ്ങളിലെ പത്രങ്ങളിൽ വന്നപ്പോൾ തെരേസ സന്തോഷം കൊണ്ട് നിറയുകയും ഈശോയ്ക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്തു. തൻ്റെ പ്രാർത്ഥനയാണ് ഫ്രാൻസിനിയെ മനസ്സാന്തരപ്പെടുത്തിയതെന്ന് അവൾ വിശ്വസിച്ചു. തുടർന്നും പാപികൾക്കായി പ്രാർത്ഥിക്കുവാൻ ഇതാണ് അവളെ പ്രേരിപ്പിച്ചത്. ഫ്രാൻസിനിയുടെ മാനസാന്തരത്തെപ്പറ്റി അവൾ പറയുന്നത്, ഫ്രാൻസിറ്റി എനിക്ക് ജനിച്ച ആദ്യത്തെ ആത്മീയ പുത്രൻ എന്നാണ്. കൊലപാതകിയായ ഫ്രാൻസിനിയുടെ മാനസാന്തരം കൊച്ചുത്രേസ്യയ്ക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ പ്രേരണ നൽകി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.